ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മില്ലർ ഇൻഡീസസ് എന്ന ടോപ്പിക്കാണ്. മില്ലർ ഇൻഡീസസ് നമ്മൾ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലർക്ക് ഇതൊരു ന്യൂ ടോപ്പിക് ആയിരിക്കാം. ഇനി എന്തിനാണ് നമ്മൾ മില്ലർ ഇൻഡീസസ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കുറേ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് പഠിച്ചു. സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എക്സ്റ്റേണൽ ക്ലോസ് പാക്കിംഗ്, ഇങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് പഠിച്ചു. അതിനകത്തുണ്ടാകുന്ന ചില ഡിഫോർമേഷൻസ് നമ്മൾ പഠിച്ചു. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, സ്ലിപ്പ്, ട്വിന്ന്, ഇങ്ങനെ കുറേ ഡിഫോർമേഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഒരു മില്ലർ ഇൻഡീസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഡിഫോർമേഷൻ സംഭവിക്കുന്നത് നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കണം. നമുക്കൊരു മെറ്റീരിയലിനകത്ത് നോർമലി ഡിഫോർമേഷൻ സംഭവിക്കാം. അപ്പോൾ ഈ ഡിഫോർമേഷനെ നമുക്ക് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കണം. അതായത് ഒരു ഫിഗറിൽ നമുക്ക് ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്ലിപ്പ് ഹാപ്പൻ ചെയ്തു. ഇത് ഏത് പ്ലെയിനിലാണ് ഇത് ഹാപ്പൻ ചെയ്തത്, അതല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് ഇത് ഹാപ്പൻ ചെയ്തത്, ഇതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മില്ലർ ഇൻഡീസസ് എന്ന് പറഞ്ഞാൽ. സോ വളരെ സിമ്പിളായിട്ടുള്ള ടേമാണ് ആക്ച്വലി മില്ലർ ഇൻഡീസസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് ഇച്ചിരി മനസ്സിലാക്കിയെടുക്കാൻ ഒരു കുറച്ച് ഡിഫിക്കൽട്ടാണ്. വൺസ് ഇത് മനസ്സിലാക്കിയാൽ വളരെ ഈസിയുമാണ്. സോ ബേസിക്കലി മില്ലർ ഇൻഡീസസ് is a set of three integers or indices known as Miller indices are the shorthand notation used to describe crystallographic directions and planes. അതായത് ക്രിസ്റ്റലോഗ്രഫിയുടെ ഡയറക്ഷൻസും പ്ലെയിൻസും റെഫർ ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 3 സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെയാണ് നമ്മൾ മില്ലർ ഇൻഡീസസ് എന്ന് പറയുന്ന കാര്യം. നമുക്ക് എക്സ് വൈ ഇസഡ് പ്ലെയിൻസ് ആണുള്ളത്. അപ്പം ഈ ഓരോ പ്ലെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നോർമലി ഈ മില്ലർ ഇൻഡീസസിൻ്റെ 3 ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്ലെയിൻസ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഒരു രീതിയായിരിക്കും, ഡയറക്ഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും. The basis of determining the index values is the unit cell with a coordinate system having 3 axes along the edges situated at one of the corners. So നമുക്ക് ഇതിനകത്ത് ഒരു ഒറിജിൻ കാണും. ആ ഒറിജിനെ ബേസ് ചെയ്ത് നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം കാണും. സോ ഇത് നമ്മളെ ഒരു ബേസിക് കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആക്സിസ്, അതായത് ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്, മുകളിലേക്കുള്ളത് ഇസഡ് ആക്സിസ് ആണ് നമ്മൾ പറഞ്ഞു, എക്സ് വൈ ആൻഡ് ഇസഡ് ആക്സിസ്. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, അതിനെയാണ് ഒറിജിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള 3 കോർഡിനേറ്റ് അല്ലെങ്കിൽ 2 കോർഡിനേറ്റ് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് 0, ആദ്യത്തെ 0 കാണിച്ചിരിക്കുന്നത് എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തെ 0 കാണിച്ചിരിക്കുന്നത് വൈ കോർഡിനേറ്റ്, മൂന്നാമത്തേത് ഇസഡ് കോർഡിനേറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ പോയിന്റ് നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. സോ നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. ഈ ഒരു പോയിന്റ് ഇതെങ്ങനെ കിട്ടിയ, ഇത് ഒറിജിനാണ്, ഇത് എക്സ് ഡയറക്ഷനാണ് അല്ലേ, ഇങ്ങോട്ടാണ് എക്സിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ എക്സ് ഡയറക്ഷനിൽ ഇത് ഒരു 1, നമ്മളൊരു യൂണിറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസിൽ 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത് അല്ലേ. വൈ ആക്സിസിൽ ഇതിന് ഇങ്ങോട്ടാണ് വൈ ആക്സിസ് പോകുന്നത് ഇങ്ങോട്ടാണ് അല്ലേ. സോ അങ്ങോട്ട് ഇതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. സോ അതുകൊണ്ട് വൈ ആക്സിസിൽ ഇത് 0 ആണ്. അതുപോലെ ഇസഡ് ആക്സിസ് പോകുന്ന എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. സോ ഇതും ഇസഡ് ആക്സിസിൽ പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നുമില്ല. സോ ഇത് 1 0 0 നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യാം. നമുക്കിനി ഈ ഒരു പോയിന്റ് എടുക്കാം. ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇത് ഒറിജിനാണ്, എക്സ് ആക്സിസ് വരുന്നത് ഈ ഡയറക്ഷനിലാണ്, പക്ഷെങ്കിൽ നമുക്ക് എക്സ് ആക്സിസിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല. സോ എക്സ് ആക്സിസ് വിൽ ബി 0. വൈ ആക്സിസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതായത് 1 യൂണിറ്റ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ വൈ വിൽ ബി 1
ആൻഡ് ഇസഡ് മുകളിലേക്കാണ്. സോ മുകളിലേക്ക് മൂവ്മെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഇസഡ് ആക്സിസിൽ 0 ആയിരിക്കും. അങ്ങനെയാണ് ഈ പോയിന്റ് എന്തായിരിക്കും? ഇവിടെ എക്സ് ആക്സിസിൽ 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ എക്സ് ആക്സിസിൽ 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കിതിനെ 1 എന്ന് എഴുതാം. വൈ ആക്സിസിൽ ഇത് 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വൈ ആക്സിസിൽ നമുക്കിതിനെ 1 എന്ന് എഴുതാം. ഇസഡ് ആക്സിസിൽ ഇതിൻ്റെ മൂവ്മെൻ്റ് ഒന്നുമില്ല, കാര്യം ഇത് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കിതിനെ 0 എന്ന് എഴുതാം. സോ ദാറ്റ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 1 0 എന്നുള്ളതായിരിക്കും. ഇനി നമുക്ക് ഈ ഏറ്റവും മുകളിലത്തെ പോയിന്റ് എടുത്ത് നോക്കാം, ഈ ഒരു പോയിന്റ്. സോ ഈ ഒരു പോയിന്റ് നോക്കിയേ, എക്സ് ആക്സിസിൽ മൂവ്മെൻറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. സോ എക്സ് ആക്സിസ് വിൽ ബി 0. വൈ ആക്സിസിൽ മൂവ്മെൻ്റ് ഉണ്ടോ? ഇങ്ങോട്ട് മൂവ്മെൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. സോ ദിസ് വിൽ ഓൾസോ ബി, വൈ ആക്സിസിലും 0 ആയിരിക്കും. ഇസഡ് ആക്സിസിൽ ഇത് 1 യൂണിറ്റ് ഡിസ്റ്റൻസ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ 0 0 1 എന്ന് നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റിൽ എടുക്കുവാണെങ്കിൽ അത് എക്സ് ആക്സിസിൽ മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല, കാര്യം ഇങ്ങോട്ട് ഒരു മൂവ്മെൻറ്റ് ഇതിന് സംഭവിച്ചില്ല. സോ ഇത് വൈ ആക്സിസിൽ 0 ആയിരിക്കും. ആൻഡ് ഇസഡ് ആക്സിസിൽ 1 ഡിസ്റ്റൻസ് ഇത് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് വിൽ ബി 1 0 1. ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു പോയിന്റ് എടുക്കാം നമുക്ക്. ഈ ഒരു പോയിന്റ് നോക്കിയാൽ ഈ ഒരു പോയിന്റിലാണെങ്കിൽ എല്ലാം ബ്രാക്കറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, കൂടാതെ ഒന്നും കോമായിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം. സോ ഈ ഒരു ആക്സിസിൽ നമുക്ക് എക്സിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല. സോ എക്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 0. വൈ ആക്സിസിൽ ഇങ്ങോട്ട് 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ വൈ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1. ആൻഡ് ഇസഡ് ആക്സിസിൽ ഇത് 1 അപ്വേർഡ് മൂവ്മെൻറ്റും ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 0 1 1. ഇനി ഈ ഒരു പോയിന്റ് എടുത്ത് നോക്കി, ഇത് എക്സ് ആക്സിസിൽ 1 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് എഴുതി നോക്കാം. സോ ഇത് എക്സ് ആക്സിസിൽ 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ ഇങ്ങോട്ട് 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ക്യാൻ ഓൾസോ ബി ടേക്കൺ ആസ് 1. ആൻഡ് ഇസഡ് ആക്സിസിൽ 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഓൾസോ ക്യാൻ ബി ടേക്കൺ ആസ് 1. സോ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ബേസിക്കലി എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ഒറിജിൻ എടുക്കാം. ഒറിജിൻ വിൽ ബി 0 0 0. ഈ ഒരു പോയിന്റ് എക്സ് ആക്സിൽ 1 ഡിസ്റ്റൻസ്, വൈ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഇസഡിൽ ഡിസ്റ്റൻസ്. സോ 1 0 0. ഇവിടെ എക്സ് ആക്സിൽ 0 ഡിസ്റ്റൻസ് ആണ്, വൈ ആക്സിൽ 1 മൂവ് ചെയ്തിട്ടുണ്ട്, ഇസഡ് ആക്സിൽ 0. സോ 0 1 0. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആക്സിൽ 1 മൂവ് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിൽ 1 മൂവ് ചെയ്തിട്ടുണ്ട്, ഇസഡ് ആക്സിൽ ഒന്നും മൂവ് ചെയ്തിട്ടില്ല. സോ 1 1 0. മുകളിലേക്ക് മൂവ് ചെയ്യുമ്പം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല, വൈ ആക്സിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല, ഇസഡ് ആക്സിൽ 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത്. സോ 0 0 1. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിൽ ഇങ്ങോട്ട് 1 മൂവ് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല, ഇസഡ് ആക്സിൽ 1 മൂവ്മെൻറ്റ്. സോ 1 0 1. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എക്സ് ആക്സിസിൽ 0 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിരിക്കുന്നു, വൈ ആക്സിസിൽ 1, ഇസഡ് ആക്സിസിൽ 1. സോ 0 1 1. ആൻഡ് ഫൈനലി ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആക്സിസിലേക്കും 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്, 1 1 ആൻഡ് 1. സോ ഈ ഒരു പോയിന്റിനെ 1 1 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ശരിക്കും ആദ്യം മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മില്ലർ ഇൻഡീസസ് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മില്ലർ ഇൻഡീസസിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മില്ലർ ഇൻഡീസസ് ഫോർ ഡയറക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒരു ആറ്റം മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ പ്ലോട്ട് ചെയ്യണം. സോ ഇതുപോലെ ആയിരിക്കും നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഡയറക്ഷനെ പ്ലോട്ട് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മില്ലർ ഇൻഡീസസ് ഫോർ ഡയറക്ഷൻ നമ്മൾ കാണിക്കുന്നത്. സോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് വേരിയസ് സ്റ്റെപ്സ് ഉണ്ട്. സോ ഈ സ്റ്റെപ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദ coordinates of 2 points that lie on the direction using right-handed coordinate system. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഒരു കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചായിരുന്നു. 0 0 ഒറിജിൻ ഏതാണ്, അവിടുന്ന് എക്സ് ആക്സിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത്ര വാല്യൂ വരും, വൈ ആക്സിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത്ര വാല്യൂ വരും. സോ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചു. സോ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഈ പറയുന്ന 2 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്.
നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പം പെട്ടെന്ന് ക്ലിക്ക് ആവത്തില്ല എന്താണ് ഈ സംഭവം എന്നുള്ളത്. പക്ഷേ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. സോ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 2 പോയിന്റ് കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ടെയിൽ പോയിന്റ് ഫ്രം ദോസ് ഓഫ് ഹെഡ് ആൻഡ് എക്സ്പ്രസ് ദ സെയിം ഇൻ ടേംസ് ഓഫ് യൂണിസെൽ ഡയമെൻഷൻസ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കാണ് ആറ്റം മൂവ് ചെയ്തത്. സോ നമ്മൾ അതിനെ ഒരു ആരോ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. സോ ഈ ആരോയുടെ ഹെഡ് വരുന്നതിനെയാണ് ഹെഡ് പോയിന്റ് എന്നും എൻഡ് വരുന്നതിനാണ് നമ്മൾ ടെയിൽ പോയിന്റ് എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ടെയിൽ പോയിന്റ് ഫ്രം ദോസ് ഓഫ് ഹെഡ് പോയിന്റ്. അതായത് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ടെയിൽ പോയിന്റിൽ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം കിട്ടും. ചിലപ്പോൾ അത് 1 0 0 0 ആകും. ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് 1 1 1 ആകും. നമുക്ക് നമ്മുടെ പോയിന്റ്സ് ഏതാണോ അത് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. സോ ഞാൻ ഇതിനെ 0 0 0 എന്ന് ഇത് 1 1 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ സബ്സ്ട്രാക്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ടെയിൽ പോയിന്റ് ഫ്രം ദ ഹെഡ് പോയിന്റ്. അതായത് 1 1 1 മൈനസ് 0 0 0 അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ദീസ് നമ്പേഴ്സ് ബൈ എ കോമൺ ഫാക്ടർ ടു റെഡ്യൂസ് ദം ടു ദ സ്മോളസ്റ്റ് ഇൻഡിജസ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് 0 0 0 എന്നും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് 1/2 1/2 1/2 എന്ന് പറഞ്ഞെടുക്കുക. അതായത് ഹാഫ് ദ ഡിസ്റ്റൻസേ മൂവ് ചെയ്തുള്ളൂ. ഒരു യൂണിറ്റ് സെല്ലിൽ 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തില്ല, ഹാഫ് ഡിസ്റ്റൻസാണ് മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പം നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടുപിടിച്ചു. അടുത്ത് സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പം 1/2 നിന്ന് 0 കുറയ്ക്കുന്നു. അപ്പം നമുക്ക് ഫൈനൽ വാല്യൂ എന്താ കിട്ടുന്നത്? വീണ്ടും 1/2 1/2 1/2 എന്നായിരിക്കും ഫൈനൽ വാല്യൂ. കാര്യം ഹെഡ് പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റ് ടെയിൽ പോയിന്റ് കുറയ്ക്കുക. സോ ഇത് 0 0 0 ആണ്, ഇത് 1/2 1/2 1/2 ആണ്. അപ്പോൾ 1/2 നിന്ന് ഈ 0 കുറയ്ക്കുക. 1/2 മൈനസ് 0 അത് എക്സ് ആക്സിൻ്റെ, പിന്നെ 1/2 മൈനസ് 0 വൈ ആക്സിൻ്റെ, 1/2 മൈനസ് 0 ഇസഡ് ആക്സിൻ്റെ. സോ ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 1/2 1/2 എന്ന് നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം കിട്ടും. സോ നമുക്ക് ഈ ഒരു ഫ്രാക്ഷനായിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോമൺ ഫാക്ടർ ഇട്ട് ഇതിനെ ടോട്ടലി മൾട്ടിപ്ലൈ ചെയ്യും. ഞാനത് 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 2/2, അതായത് 1 1 1 എന്ന് തന്നെ നമുക്ക് കിട്ടും. സോ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. സോ അടുത്ത എന്താ പറയുന്നത്? ഫൈനൽ പോയിന്റ് ദ 3 ഇൻഡീസസ് ആർ എൻക്ലോസ്ഡ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആസ് യു വി ഡബ്ല്യു എന്ന് നമുക്ക് കിട്ടിയ വാല്യൂസിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചോണം. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ യു വി ഡബ്ല്യു, അതായത് യു എന്ന് പറയുന്നത് എക്സ് ആക്സിലെ ഡയറക്ഷൻ, വി എന്ന് പറഞ്ഞാൽ വൈ ആക്സിലെ പോയിന്റ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിലെ പോയിന്റ്. അത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി സപ്പോസ് നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഇൻഡിജർ റെപ്രസെന്റഡ് ബൈ എ ബാർ ഓവർ ദ നമ്പർ. അതായത് -2 ആണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കുക, -2 എന്നായിരിക്കത്തില്ല. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് 2ൻ്റെ മുകളിൽ ഒരു ബാർ ഇട്ടിട്ടായിരിക്കും. അതിനെ നമ്മൾ -2 എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ബേസിക്കലി മില്ലർ ഇൻഡിസസ് ഫോർ ഡയറക്ഷൻ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നത്. ഒന്ന്, ഡിറ്റർമൈൻ ദ കോർഡിനേറ്റ്സ് ഓഫ് 2 പോയിന്റ്സ്. സെക്കൻഡ്, സബ്സ്ട്രാക്ട് ദ വാല്യൂസ് ഓഫ് ടെയിൽ പോയിന്റ് ഫ്രം ദ ഹെഡ് പോയിന്റ്. ദെൻ അവിടെ നമുക്ക് കോമൺ ഒരു ഫ്രാക്ഷനാണ് കിട്ടിയതെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് വിത്ത് എ കോമൺ ഫാക്ടർ. അങ്ങനെ കിട്ടുന്ന ഇൻഡിജേഴ്സിനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. പറഞ്ഞു വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. എനിക്കറിയാം പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് ഇതെങ്ങനെ വന്നതെന്ന്. പക്ഷേങ്കിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഇവിടെ നമ്മളൊരു പ്രോബ്ലം എടുക്കുക. ഈ ഒരു പ്രോബ്ലം എടുക്കുകയാണ്. ഇവിടെ ഡയറക്ഷൻ എ ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഇവിടെ ഇരുന്ന ഒരു ആറ്റം ഇവിടേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഐഡന്റിഫൈ ദ കോർഡിനേറ്റ് പോയിന്റ്സ്. സോ ഇത് 0 0 0 ആണ്, ഇത് 1 0 0 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ദ കോർഡിനേറ്റ് പോയിന്റ്സ്. ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്കാണ് മൂവ് ചെയ്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പം ഇത് 0 0 0 1 1 0 0 ആണ് നമ്മുടെ കോർഡിനേറ്റ് പോയിന്റ്സ്. സോ ദ പോയിന്റ്സ് ആർ 1 0 0 ആൻഡ് 0 0 0. അപ്പം നമുക്ക് ഡയറക്ഷൻ അറിയാം, ഡയറക്ഷൻ ഇങ്ങോട്ടാണ് മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സബ്സ്ട്രാക്ട് ദ ടെയിൽ പോയിന്റ് ഫ്രം ദ ഹെഡ് പോയിന്റ്. ഇവിടെ ഹെഡ് പോയിന്റ് എന്താ? ഹെഡിൽ വരുന്ന കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1 0 0 ആണ് ഹെഡിൽ വരുന്ന കോർഡിനേറ്റ്സ്.
സോ 100ൽ നിന്ന് ടെയിൽ പോയിന്റ് കോർഡിനേറ്റ്സ് കുറയ്ക്കുക 000. അതായത് എക്സിൽ നിന്ന് എക്സ് കുറയ്ക്കുക, വൈയിൽ നിന്ന് വൈ കുറയ്ക്കുക, ഇസഡിൽ നിന്ന് ഇസഡ് കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 100 അല്ലേ? 1 - 0, 0 - 0 and 0 - 0. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 100. സോ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻസ് ഒന്നുമില്ല. സോ നമുക്ക് തേർഡ് സ്റ്റെപ്പ് നോ ഫ്രാക്ഷൻസ് ടു ക്ലിയർ. ദെൻ ഫൈനലി നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് കിട്ടിയ വാല്യൂസിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക വിത്തൗട്ട് എനി കോമാസ്. സോ ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു സ്ക്വയർ ബ്രാക്കറ്റിൽ 100. സോ ഇതായിരിക്കും നമ്മുടെ മില്ലർ ഇൻഡിസസ് ഫോർ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പോയിന്റ് ബി എടുക്കാം. ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇനി നിങ്ങളത് തന്നെ ചെയ്ത് നോക്കി. നമ്മുടെ കോർഡിനേറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്? നമ്മുടെ കോർഡിനേറ്റ് പോയിന്റ്സ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ടെയിൽ പോയിന്റ് എന്ന് പറയുന്നത് 000 ആയിരിക്കും. ഹെഡ് പോയിന്റ് ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 111 ആയിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സബ്സ്ട്രാക്ട് ദ വാല്യൂസ് ഫ്രം ഓഫ് ദ ഹെഡ് പോയിന്റ്. ഹെഡ് പോയിന്റിൽ നിന്ന് ടെയിൽ പോയിന്റ് വാല്യൂസ് കുറയ്ക്കുക. 111ൽ നിന്ന് 000 കുറയ്ക്കുക. സോ വി വിൽ ഗെറ്റ് അസ് 111. ഇവിടെ ഫ്രാക്ഷൻസ് ഒന്നും ക്ലിയർ ചെയ്യാനില്ല. സോ നമുക്ക് നമ്മുടെ വാല്യൂ 111 എന്ന് കിട്ടി. ഇനി ഇതേപോലെ ഞാൻ തിരിച്ചു നിടുക. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ തിരിച്ചാണ്, ഇങ്ങോട്ടാണ്. 111ൽ നിന്ന ഒരു ആറ്റം ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വന്നേനെ? സോ നമ്മുടെ ഇത് നേരെ തിരിഞ്ഞു വന്നത്. നമ്മുടെ പോയിന്റ്സ് എയും ബിയും നമുക്ക് ടെയിൽ പോയിന്റും ഹെഡ് പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ നമുക്ക് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ ഹെഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഹെഡ് പോയിന്റ് വിൽ ബി നമ്മുടെ ഹെഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? 0 0 0. അതിൽ നിന്ന് ടെയിൽ പോയിന്റ് എന്ന് പറയുന്നത് 1 1 and 1. അത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് അസ് -1 -1 and -1 അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ ഫ്രാക്ഷൻസ് ക്ലിയർ ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഫൈനലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മൾ ഫൈനലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ഇതിനെ സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ അവിടെ -1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എ ബാർ ഓവർ ദ ലൈൻ. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഓരോ വാല്യൂസിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു ബാർ പ്ലോട്ട് ചെയ്യാം ഇതുപോലെ. സോ ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് -1 -1 -1. ഈ രീതിയിലായിരിക്കും നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡയറക്ഷൻ സി എടുക്കാം. ഡയറക്ഷൻ സി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡയറക്ഷൻ സി എന്ന് പറയുന്നത് 1/2. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ സി. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്തേക്കുന്നത്. സോ ഇതിന് കോർഡിനേറ്റ് പോയിന്റ്സ് എടുക്കാം. എക്സ് ആക്സിൽ 1/2 ഡിസ്റ്റൻസ്, വൈ ആക്സിൽ 1, ഇസഡ് ആക്സിൽ 0 ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കുന്നു. ഇത് എവിടേക്കാണ് മൂവ് ചെയ്ത്? 0 0 1. സോ നമ്മൾ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തു. ഹെഡ് പോയിന്റ് 0 0 1, ടെയിൽ പോയിന്റ് 1/2 1 0. സെക്കൻഡ് സ്റ്റെപ്പ് പോകാം. സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 0 1 -1/2 1 0. അത് ചെയ്യുമ്പം ഇവിടെ 0 -1/2 1/2 കിട്ടി. ദെൻ 0 -1 ശ്രദ്ധിച്ചോണം. 0 -1 സോറി സെക്കൻഡ് പോയിന്റ് ആണ് 0 -1. സോ അതുകൊണ്ട് നമുക്ക് കിട്ടിയ വാല്യൂ -1 കിട്ടി. അടുത്തത് 1 -0 1 എന്ന് തന്നെ കിട്ടി. സോ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ വാല്യൂ എന്ത് കിട്ടും? -1/2 -1 and 1. പക്ഷേ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഫ്രാക്ഷനെ അവോയ്ഡ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇട്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 ഇട്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും? -1/2 into 2 we will get as -1 -1 into 2 -2 and 2 into 1 2. സോ നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന കാണാം.
It is represented in square bracket -1, -2 and 2. And finally, നമുക്ക് ഒരു D, ഡയറക്ഷൻ D, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ D നമുക്ക് എടുക്കാം. സോ ഇതിൻ്റെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 0 ആൻഡ് ഈ എൻഡ് പോയിന്റ് 2, 0, 0. ഹെഡ് പോയിന്റിൽ നിന്ന് ടെയിൽ പോയിന്റ് കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? 2 - 0, 0 - 1, -1, 0 - 0, 2 - 1, 0. ഇവിടെ ഫ്രാക്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കിതിനെ 2 - 1, 0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. മില്ലർ ഇൻഡിസസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മളിത് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സ്റ്റെപ്സ് എല്ലാം വളരെ സിമ്പിളാണ്, ചെയ്ത് പഠിക്കുക. അടുത്തത് മില്ലർ പ്ലെയിൻസ്. നമ്മൾ മില്ലർ ഡയറക്ഷൻ പഠിച്ചു, ഇനിയുള്ളത് മില്ലർ പ്ലെയിൻസ് ആണ്. സോ ഒരു പ്ലെയിനിൽ എങ്ങനെയാണ് നമ്മൾ മില്ലർ പ്ലോട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. സിമിലർ ആണ്, ഡയറക്ഷനുമായിട്ട് സിമിലർ തന്നെയാണ്, ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, നമുക്കൊരു ഓറിയൻറ്റേഷൻ ഓഫ് പ്ലെയിൻസ് ഓഫ് എ ക്രിസ്റ്റൽ സ്ട്രക്ചർ റെപ്രസെൻറ്റഡ് ഇൻ സിമിലർ മാനർ. ഹിയർ ഓൾസോ ദ ബേസിസ് ഇസ് യൂണിറ്റ് സെൽ. നമ്മുടെ യൂണിറ്റ് സെല്ലിനകത്ത് നമ്മൾ ചെയ്ത കോർഡിനേറ്റ് ആക്സിസ് തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. വിത്ത് 3 ആക്സിസ് കോർഡിനേറ്റ് സിസ്റ്റം ഓറിയൻറ്റഡ് അലോങ് ദ എഡ്ജസ് ഓഫ് യൂണിറ്റ് സെൽ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം കോർഡിനേറ്റ് സിസ്റ്റം, വാല്യൂസ് എല്ലാം അത് തന്നെ. ദ മില്ലർ ഇൻഡെക്സ് ഫോർ പ്ലെയിൻസ് ഈസ് സ്പെസിഫൈഡ് ആസ് HKL. നമ്മൾ നേരത്തെ UVW എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. പ്രത്യേകം ശ്രദ്ധിച്ചോളാം, നേരത്തെ മില്ലർ ഡയറക്ഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ്സിലായിരുന്നു. പക്ഷേ മില്ലർ പ്ലെയിൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് നോർമൽ ബ്രാക്കറ്റ്സിലാണ്. സോ ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് HK ആൻഡ് L. സോ ഇതിൻ്റെ പ്രൊസീജിയർ നമ്മൾ നോക്കാം. ദ പ്ലെയിൻ passes through the origin of coordinate system, then the origin must be moved to another corner of the unit cell. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യതയില്ല, അത് പ്രോബ്ലം ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതായത് നമ്മുടെ പ്ലെയിൻ നമ്മുടെ ഒറിജിൻ, അതായത് 0, 0, 0 എന്ന ഒറിജിനിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മില്ലർ പ്ലെയിൻസ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒറിജിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. നമ്മുടെ ആക്ച്വൽ ഒറിജിനിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് മാത്രമേ, ഒരു സെക്കൻഡറി ഒറിജിൻ ഉണ്ടാക്കിയിട്ട് മാത്രമേ നമുക്ക് ഈ മില്ലർ പ്ലെയിൻസ് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണെന്നുള്ള മുമ്പുള്ളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ബാക്കി സ്റ്റെപ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഐഡൻറ്റിഫൈ ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ പ്ലെയിൻ ഇന്റർസെപ്റ്റ്സ് x, y and z axis and express the intercepts in terms of lattice parameters. അതായത് നമ്മൾ നേരത്തെ എന്താ ചെയ്ത് ഡയറക്ഷൻ ചെയ്തപ്പം ഹെഡ് പോയിന്റും ടെയിൽ പോയിന്റും കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇവിടെ x, y, z ആക്സിസിൽ ഈ പ്ലെയിൻ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഐഡൻറ്റിഫൈ ചെയ്ത പോയിന്റ്സിനെ നമ്മൾ ലാറ്റിസ് പാരാമീറ്റർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് ഈസ് A, B and C. ടേക്ക് ദ റെസിപ്രോക്കൽ ഓഫ് ദീസ് നമ്പേഴ്സ്. നമുക്ക് കിട്ടിയ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസ് എടുക്കുക. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഹെഡ് പോയിന്റിൽ നിന്ന് ടെയിൽ പോയിന്റ് കുറയ്ക്കുകയായിരുന്നു. സോ അതിന് പകരം മില്ലർ പ്ലെയിൻസ് ആണെങ്കിൽ നമ്മൾ ആ കിട്ടിയ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഇന്റർസെപ്റ്റ് ഫോർ എ പ്ലെയിൻ പാരലൽ ടു ആൻ ആക്സിസ് ബി ടേക്കൺ ആസ് ഇൻഫിനിറ്റി. അതായത് ഒരു പർട്ടിക്കുലർ പ്ലെയിനിന് പാരലായിട്ടാണ് നമുക്കൊരു പോയിന്റ് വരുന്നത്. അതായത് ആ ഒരു ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ പാരലായിട്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂസിനെ നമുക്ക് ഇൻഫിനിറ്റി എന്നെടുക്കാം. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ഇൻഫിനിറ്റി. ഇത് ഞാൻ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ചേഞ്ച് ദീസ് നമ്പേഴ്സ് ടു എ സെറ്റ് ഓഫ് സ്മോളസ്റ്റ് ഇൻറ്റിജേഴ്സ് ബൈ മൾട്ടിപ്ലൈയിങ് ഓർ ഡിവിഷൻ ബൈ എ കോമൺ ഫാക്ടർ. ഇവിടെയും ഇൻറ്റിജർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറാക്കി മാറ്റണം. ഒരു കോമൺ ഫാക്ടർ ഇട്ട് മൾട്ടിപ്ലൈ അല്ല ഡിവൈഡ് ചെയ്ത് നമ്മളതിനെ സ്മോളസ്റ്റ് ഇൻറ്റിജറാക്കി മാറ്റുക. എൻക്ലോസ് ദ ഇൻഡിസസ് വിത്തിൻ പാരാന്തസിസ് ആസ് H, K and L. The distance between two adjacent parallel planes with same Miller index H, K, L is called as interplanar spacing. Interplanar spacing D എന്ന് പറയുന്നത് the distance between two രണ്ട് പാരലൽ പ്ലെയിൻസ് അഡ്ജസൻ്റ് ആയിട്ടുള്ള പാരലൽ പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ interplanar spacing എന്ന് പറയുന്നത്. Interplanar spacing D can be represented as
D is equal to A divided by root of h square plus k square plus L square. നമ്മൾ h k l നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ D equal to A divided by root of h square plus k square plus L square. A എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റിസ് പാരാമീറ്റർ ആണ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം എടുക്കാം. വിൽ ടേക്ക് ദ ഫസ്റ്റ് പ്രോബ്ലം. ഡിറ്റർമൈൻ ദ മില്ലർ ഇൻഡീസസ് ഓഫ് ദ പ്ലെയിൻ ഷോൺ. നമുക്കിവിടെ ഒരു പ്ലെയിൻ തന്നിട്ടുണ്ട്. ഈ പ്ലെയിനിലെ മില്ലർ ഇൻഡീസസ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. സോ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താ? ഐഡന്റിഫൈ ദ പോയിന്റ്സ് വെയർ ദീസ് പോയിന്റ്സ് ഇന്റർസെക്ട് വിത്ത് ദ ആക്സിസ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ 0.1, അതായത് യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത് കൺസെപ്റ്റ് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആണ്, ഇവിടെ തൊട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് 1 ആണ്. സോ എക്സ് ആക്സിസിൽ ഇത് മൂവ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് 1 ആണ്. വൈ ആക്സിസിൽ ഇതുപോലെ ഇത് 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു. സോ y is equal to 1 ആൻഡ് z ആക്സിസിൽ ഇത് 1 ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുക. സോ z is taken as 1. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ കിട്ടിയ വാല്യൂസിന് റെസിപ്രോക്കൽ എടുക്കുക. അതായത് ഈ ഫുൾ വാല്യൂസിന് റെസിപ്രോക്കൽ 1/x is equal to x, സോറി 1/x is equal to 1. ഈ വാല്യൂസിന് റെസിപ്രോക്കൽ. സോ 1 റെസിപ്രോക്കൽ 1 തന്നെയാണ്. 1/y is equal to 1 and 1/z is equal to 1. ഇവിടെ ഫ്രാക്ഷൻസ് ഒന്നുമില്ല. സോ ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 1, 1 and 1. നമുക്ക് രണ്ടാമത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലത്തിനകത്ത് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം. സോ എക്സ് ആക്സിൽ ഇത് ഈ പ്ലെയിൻ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. സോ എക്സ് വിൽ ബി ടേക്കൺ ആസ് 1. പക്ഷെ വൈയിൽ വന്ന് എവിടെയാണ് കോണ്ടാക്റ്റിൽ വരുന്നത്? വൈയിൽ ഇവിടെയാണ് ഇത് കോണ്ടാക്റ്റിൽ വരുന്നത്. സോ ഇവിടെ വൈയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നാൽ ഇവിടം തൊട്ട് ഇവിടം വരെ 1 ആണ്. ഇവിടം തൊട്ട് അതേ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. സോ വൈ ക്യാൻ ബി ടേക്കൺ ആസ് 2. ആൻഡ് ഇതാണ് ഇസഡിൻ്റെ ആക്സിസ്. ഈ ഇസഡ് ആക്സിസിൽ ഇത് ടച്ച് ചെയ്യുന്നില്ല, പക്ഷെങ്കിൽ ഇതിന് പാരലായിട്ട് ഇത് മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുക അല്ലേ? ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ഇസഡ് ആക്സിസിന് പാരലാണ്, പക്ഷെ ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. സോ നമുക്കിതിനെ 1 എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റത്തില്ല, 0 എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1 എന്ന് എടുക്കാൻ പറ്റത്തില്ല, കാര്യം ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ വാല്യൂ എന്താ എടുക്കുന്നത്? വിൽ ടേക്ക് ദിസ് ആസ് ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ് ഇൻഫിനിറ്റി എന്ന് എടുത്തത് മനസ്സിലായല്ലോ? പ്ലെയിൻ പാരലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പ്ലെയിൻ ആക്സിസ് പോയിന്റിൽ ടച്ച് ചെയ്യാതെ പാരലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഇസഡ് ആക്സിസിനെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞെടുക്കുന്നത്. സോ ബാക്കി സ്റ്റെപ്സ് നോർമലി അത് തന്നെ. ഫ്രാക്ഷൻസ് എടുക്കുക, സോറി റെസിപ്രോക്കൽ എടുക്കുക. സോ എക്സിൻ്റെ 1, വൈ 2 ആയിരുന്നു വാല്യൂ. സോ 1/2 ആയി. ഇസഡ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇവിടെ ഫ്രാക്ഷൻ വന്നു, ഈ ഫ്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യണം. സോ നമ്മളിതിനെ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ഇത് 2 ആയി. ദെൻ ദിസ് വിൽ ബി 1 ആൻഡ് 0 into 2 0. സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 2, 1 and 0. പ്രോബ്ലം നമ്മൾ സി എടുത്ത് നോക്കാം. സോ ഇവിടെ അടുത്ത നമ്മൾ പ്രോബ്ലം നമ്പർ സി എടുക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയിൻ ഇത് ഇതിലെ പാസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പാസസ് ത്രൂ ദ ഒറിജിൻ, ഒറിജിനിൽ കൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ആക്സിസിനെ ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒറിജിനെ ഷിഫ്റ്റ് ചെയ്യണം. സോ അതുകൊണ്ട് നമുക്ക് ഏത് ഡയറക്ഷനിൽ ഒറിജിനെ ഷിഫ്റ്റ് ചെയ്യാം. സോ നമുക്കിവിടെ 0 എന്ന് പറഞ്ഞിടത്തു നിന്ന്, അല്ലെങ്കിൽ O എന്ന് പറഞ്ഞ ഒറിജിനിൽ നിന്ന് O1 എന്ന് പറഞ്ഞ ഒറിജിനിലേക്ക് ഞാൻ ഇതിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. സോ ഇതാണ് ഇപ്പം നമുക്ക് ഒറിജിൻ. സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾ എല്ലാ വാല്യൂസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിൻ്റെ ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ, ഇതാണ് ഒറിജിൻ എങ്കിൽ നമ്മുടെ എക്സ്, വൈ ആൻഡ് ഇസഡ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ? അപ്പോൾ നമ്മുടെ പ്ലെയിൻ ഏതിലെയാണ് പോകുന്നത്? പ്ലെയിൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇത്
ഈ പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് ഈ ആക്സിസിന് പാരലൽ ആയിട്ട് മാറിയാണ് നിൽക്കുന്നത്. സോ എക്സ് ക്യാൻ ബി ടേക്കൺ ആസ് ഇൻഫിനിറ്റി. ആൻഡ് വൈ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് വൈ? വൈ ഇതാണ് ഒറിജിൻ. വൈ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? വൈയുടെ പോയിന്റ് ഇവിടെയാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ +1 എന്ന് എടുക്കാമായിരുന്നു, പക്ഷേ ഇത് പുറകോട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ വൈയുടെ വാല്യൂ -1 എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ആൻഡ് ഇസഡിൻ്റെ വാല്യൂ എന്താണ്? ഇസഡ് ഈ ആക്സിസിലല്ല, പക്ഷേ ഇതിന് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇസഡ് ക്യാൻ ബി ടേക്കൺ ആസ് ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ 0, -1 1/z വിൽ ബി 0. ഫ്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ പാരാന്തസിസിൽ എഴുതുന്നു. ഇവിടെ മൈനസ് വാല്യൂ ഉള്ളതുകൊണ്ട് -1 മുകളിലേക്ക് ഒരു ബാറായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലം ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കറിയാം പലർക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. നമുക്കതൊന്നും കൂടെ നോക്കാം. സോ ഇവിടെ നമുക്ക് നോക്കാം, നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പ്ലെയിൻ ഇതാണ്. സോ എന്ത് സംഭവിച്ചു? ഈ പ്ലെയിൻ നമ്മുടെ ആക്ച്വൽ ഒറിജിൻ എന്ന് പറയുന്നത്, നമ്മുടെ ആക്ച്വൽ ഒറിജിൻ ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ കോർഡിനേറ്റ്സ് ഇതായിരുന്നു, XY ആൻഡ് Z. ഇതായിരുന്നു നമ്മുടെ ആക്ച്വൽ കോർഡിനേറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു, ഈ കോർഡിനേറ്റ് ഒറിജിനിൽ കൂടെ നമ്മുടെ പ്ലെയിൻ പാസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യണം, ഒറിജിനെ ഷിഫ്റ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ഈ ഒറിജിൻ Oനെ O1 എന്ന് പറയുന്ന ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്കിവിടെ ഒരു പുതിയ കോർഡിനേറ്റ് ഈ O1 ഒറിജിൻ ആക്കിക്കൊണ്ട് വരയ്ക്കണം. സോ ഇത് മുകളിലേക്ക് Z, ഇങ്ങോട്ട് X, ഇങ്ങോട്ട് Y. സോ ദിസ് വിൽ ബി X, this will be Z and this will be Y. ഇനിയാണ് നമ്മൾ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ ആദ്യമേ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഇനിയാണ് നമ്മൾ ഈ പുതിയ ഒറിജിനെ വെച്ചിട്ടാണ് നമ്മൾ പോയിന്റ്സ് എടുക്കുന്നത്. സോ ഇവിടെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ വരുന്നത്. സോ ഇവിടെ ഒറിജിനിൽ നിന്ന് X ഡയറക്ഷൻ, ഇവിടുന്ന് X ആക്സിൽ ഇതാണ് നമ്മുടെ ഇതിൻ്റെ പ്ലെയിൻ ഡയറക്ഷൻ വന്നേക്കുന്നത്. ഇത് സോ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഡയറക്ഷൻ വന്നിരിക്കുന്നത്. സോ ഇത് X ആക്സിസിൽ നിന്ന് ഈ ഒറിജിനിൽ നിന്ന് ഇത്രയും മൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പർട്ടിക്കുലർ ആക്സിസിൽ ഇതിന് കോണ്ടാക്റ്റും ഇല്ല. സോ ഇത് പാരലലാണ്. ഈ പോയിന്റ് ഈ X ആക്സിസിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ X ക്യാൻ ബി ടേക്കൺ ആസ് ഇൻഫിനിറ്റി. സോറി, ഇതാണ് നമ്മുടെ X കേട്ടോ, സോറി, ഇതാണ് നമ്മുടെ X ഡയറക്ഷൻ. സോ ഇത് ഈ പോയിന്റിൽ കൂടെ ടച്ച് ചെയ്യുന്നില്ല, പക്ഷേങ്കിൽ ഇതിന് പാരലലായിട്ട് നിൽക്കുകയാണ്. സോ ഇങ്ങനെ പാരലലായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്കിതിനെ എന്ത് വിളിക്കാം? ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ഇൻഫിനിറ്റി. അടുത്ത് Y ആണ് അല്ലേ? Y എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറിജിൻ. സോ Y എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ Y ഡിസ്റ്റൻസ് അല്ലേ? സോ ഇത് -1 ഡിസ്റ്റൻസ് മൂവ് ചെയ്താണ് നിൽക്കുന്നത്. അടുത്തത് വരുന്നത് Z ആണ്. Z എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഇതിൻ്റെ Z. ഇത്രയും ഹൈറ്റാണ് ഇത് മൂവ് ചെയ്തിരിക്കുന്നത്. സോ ഇത് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ Z ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഇത് ഈ പ്ലെയിനിന് പാരലലായിട്ട് മറ്റൊരു പ്ലെയിനാണ്. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ഇൻഫിനിറ്റി. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ ഫ്രാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാണ്. 1/x = 0, 1/y = -1 and 1/z = 0. ഇവിടെ ഫ്രാക്ഷൻസ് ഒന്നും ക്ലിയർ ചെയ്യാനില്ല, അതുകൊണ്ട് നമ്മളിതിനെ പാരാന്തസിസിൽ തന്നെ എഴുതുന്നു. 1 സെക്കൻഡ് വാല്യൂ എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഓവർ ദ ബാർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം.
ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഹാഫ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. വൈ എന്ന് പറയുന്നത് 1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇസഡ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ കോണ്ടാക്റ്റ് ഇല്ല, പക്ഷേ ഇതിന് പാരലലായിട്ടാണ് നിൽക്കുന്നത്. സോ ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ അടുത്ത സ്റ്റെപ്പിൽ റെസിപ്രോക്കൽ എടുക്കാം. 1/2ൻ്റെ 2 ആയി, വൈ 1 ആയി. സോ 1/z 0 ആയി. സോ ഫ്രാക്ഷൻസ് ഒന്നുമില്ല. സോ ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 2, 1 ആൻഡ് 0.